യെസ്, അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയാമീറ്റർ കാണാനും സൈഡ് കാണാനും ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ എ ക്വസ്റ്റ്യൻ, ഇവിടെ BAC എത്ര ഡിഗ്രി ആണെന്നാണ്. എല്ലാ ആളുകൾക്കും അറിയാം ഒരു സെമി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90. സോ ദിസ് ആംഗിൾ വിൽ ബി 90. ഇത് എഴുതുന്നതിനാണ് മക്കളെ 1 മാർക്ക്. വെരി സിമ്പിൾ ആണ്. വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. 1 മാർക്ക്. വെറുതെ ഒരു പണി ഇല്ലാതെ ഒരു ലൈൻ എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 മാർക്കാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റേഡിയസ് എന്നോ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ റേഡിയസ് എന്നോ ഡയാമീറ്റർ എന്നോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ എന്നറിയോ? 2r ഈസ് ഈക്വൽ ടു കോഡ് ബൈ, ഇതാണ് ഇക്വേഷൻ, കോഡ് ബൈ സൈൻ തീറ്റ. ഇക്വേഷൻ ഇതാണ്, 2r ഈസ് ഈക്വൽ ടു കോഡ് ബൈ സൈൻ തീറ്റ. കോഡ് നില്ലോടത്ത് എത്രയാണ്? ഇതിലേത് കോഡാ തന്നത്? തന്ന കോഡാണ് എഴുതേണ്ടത്. എപ്പോഴും താഴത്തന്നെ കോഡ് തരണമെന്ന് നിർബന്ധമല്ല. കാരണം ഇത്ര നേരം ചെയ്ത ക്വസ്റ്റ്യനിൽ താഴത്തായിരുന്നു കോഡ് തന്നിരുന്നത്, ഇവിടെ സൈഡിലാണ് തന്നത്. അത് കാരണമാണ് നിങ്ങൾ എക്സാമിന് അന്തം വിട്ടത്. ഇവിടെ സൈഡിലാണ് തന്നിട്ടുള്ളത്. സോ പൊന്നു മക്കളെ, കോഡ് എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? ഈ വരനെ പറയുന്ന AC എന്ന് പറയുന്ന വരനെ പറയുന്ന പേരാണ് കോഡ്. അതെന്താ AB എന്ന് പറഞ്ഞ കോഡ് എടുക്കാന്നത്? AB തന്നിട്ടില്ല, അതോട്ടാണ് എടുക്കാന്നത്. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ ചോദിക്കണ്ട എന്തുകൊണ്ട് AB എടുത്തത്, തരാത്തത് എടുക്കാൻ നിങ്ങൾക്ക് പ്രാന്തൊന്നും ഇല്ലല്ലോ. സോ ഏതാ തന്നത് അതാണ് എടുക്കേണ്ടത്. തന്നത് 5. ക്ലിയർ ആണോ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാലേ ഈ 5ന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈനാണ് എടുക്കേണ്ടത്. സൈൻ 40. ക്ലിയർ ആണോ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാണോ കോഡ് വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എടുക്കേണ്ടത്. സോ 5 സൈൻ 40 എത്രയാണ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ലാസ്റ്റ് ഒരു ബോക്സ് പോലെ സാധനം ഉണ്ടാവും, അതിൽ സൈൻ 40 തന്നിട്ടുണ്ടാവും. എത്രയാണ്? 0.6. കുറെ പോയിന്റ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ഒരു പോയിന്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ മാക്സിമം 2 പോയിന്റ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇനി ചെയ്യാനുള്ള പ്രോസസ് എന്താന്ന് വെച്ചാല് ഇവിടെ പോയിന്റ് കളയണം. പോയിന്റ് കളയാൻ വേണ്ടിട്ട് ഇവിടെ 6 എന്ന് എഴുതുക. മുകളില് പോയിന്റ് കളയുമ്പോ ഒരു 0 ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി പറയണോ? താഴെ പോയിന്റ് കളയുമ്പോഴേ ഇവിടെ 6 ആയി, പോയിന്റ് കളഞ്ഞപ്പോ 6 ആയി. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മുകളിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോഴാ പോയിന്റ് പോവുക. റെഡിയാണോ? 50നെ 6 ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 8.3 എന്ന് കിട്ടും. 8.3 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. റേഡിയസ് ആണ് കാണേണ്ടത്. ഇപ്പൊ കിട്ടിയത് 2r എന്ന് പറഞ്ഞ ഡയാമീറ്റർ കിട്ടിയത്. ഇതാണ് 8.3 കിട്ടിയത്. ഇവിടെ എന്താ കാണേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? റേഡിയസ്. എങ്ങനെ റേഡിയസ് കാണുക? ഇതിന് എന്തോട്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട്. 8.83നെ 2 ഡിവൈഡ് ചെയ്യുക. സോ ആൻസർ നിങ്ങൾക്ക് വെരി സിമ്പിൾ ആയിട്ട് കിട്ടും. ബി ക്വസ്റ്റ്യൻ പെരിമീറ്റർ കാണാനാണ്. പെരിമീറ്റർ കാണാൻ എത്ര സൈഡ് അറിയണം? ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ എത്ര സൈഡ് അറിയണം? 3. ഇവിടെ എത്ര സൈഡ് തന്നിട്ടുള്ളൂ? 2 സൈഡ് കിട്ടി. ഏത് സൈഡ് ഇനി കാണണം? AB. AB എന്ന് പറഞ്ഞ കോഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? AB എന്ന് പറഞ്ഞ കോഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? 2r into sin theta. 2r into sin theta. AB എന്ന കോഡ് കാണാനുള്ള ഇക്വേഷൻ 2r into sin theta. 2r ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് 2r? 2r എത്രയാണ്? 8.3 into sin theta എന്ന് പറഞ്ഞാല് ഈ AB-യുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എടുക്കേണ്ടത്. ഓപ്പോസിറ്റ് ഉള്ളത് എത്ര വരിക? ഇവിടെ 40, ഇവിടെ 90 ആയി. 90 40 എത്ര? 130 അല്ലെ? അപ്പൊ ഇവിടെ എത്ര വരിക? 50. സൈൻ 50 ആണ് എടുക്കേണ്ടത്. ഈ സൈൻ 50 എവിടുന്ന കിട്ടുക? അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. സൈൻ 50 എത്രയാണ്? 0.7 എന്തോ ആണ്. 83നെ 7 മൾട്ടിപ്ലൈ ചെയ്യുക. 581 കിട്ടും. 2 പോയിന്റ് മാറ്റിയിടുക. എങ്ങനെ ഇവിടെ 2 പോയിന്റ് മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. റെഡിയല്ലേ? പെരിമീറ്റർ കാണാൻ പറഞ്ഞ എല്ലാ സൈഡും ആഡ് ചെയ്യുക. ആ ട്രയാങ്കിൾ ഇല്ലേ, മുകളിൽ കൊടുത്ത ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും ഇപ്പൊ കിട്ടി. ഇത് 5.8 എന്തോ കിട്ടിയില്ലേ?
5.81 എന്തോ കിട്ടിയില്ല, അല്ലെങ്കിൽ 5.8 എടുക്കുക. എല്ലാ സൈഡും ആഡ് ചെയ്യുക. പെരിമീറ്റർ കാണാൻ പറഞ്ഞാൽ 5.8ഉം 5ഉം 8 കൂടി ആഡ് ചെയ്താൽ പെരിമീറ്റർ കിട്ടും. നിങ്ങൾ സൈഡിൽ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ പെരിമീറ്റർ 19.1 അങ്ങനെ എന്തോ കിട്ടും. എല്ലാ സൈഡും ആഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പെരിമീറ്റർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗം ചെയ്ത് നോക്കുക.